Hi friends, welcome to my channel. ഞാൻ സീമ. കഴിഞ്ഞ ദിവസം നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആദിവാസി ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഓവർനൈറ്റ് വെച്ചെടുത്തതാണ്. ഇതിന്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മുടെ കൈയൊക്കെ ചെയ്യുന്നത് വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഹെയർ ഡൈ തേക്കുന്നതിന് തലയിൽ എണ്ണ തേച്ച് നല്ല പോലെ എണ്ണ തേച്ച് കഴുകണം. എണ്ണമയോ എണ്ണമയില്ല തലയിൽ വൃത്തിയിൽ കഴുകി ഉണങ്ങിയതിന് ശേഷം ഈ ഡൈ അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഡൈ പോലെ തന്നെ ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാൻ പാടുള്ളൂ. പിന്നെ കെമിക്കൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. ദിവസമെങ്കിലും വെക്കണം. അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്നത് താളിയോ താളിപ്പൊടിയോ ചീവയ്ക്കാപ്പൊടിയോ ഉപയോഗിക്കുക. ചീവയ്ക്കാപ്പൊടിയുടെ ക്വാണ്ടിറ്റി നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ള ഷാമ്പുവാണ് ചീവയ്ക്കാപ്പൊടി എടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് മുട്ടയുടെ ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തപ്പോഴേക്കും മുഴുവൻ ക്വാണ്ടിറ്റിയിലേക്ക് മുട്ടയുടെ വെള്ളം കയ്യിലെടുക്കുമ്പോഴേക്കും കൈയൊക്കെ കറുപ്പാകുന്നുണ്ട്. ഇതില് തലയിലേക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലേക്ക് മുട്ടയുടെ വെള്ളം ചേർത്ത് സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാത്തതാണ്. ഇതൊരു ആദിവാസി വൈദ്യന്റെ കൂട്ടാണ്. മാത്രമേ ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ചോർന്ന് കിട്ടിയതാണ്. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. ഇതെല്ലാവർക്കും കുറച്ച് സമയം വെളിയിൽ വെച്ചതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളത്. ഒന്നും നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയുടെ വെള്ളയാണ്. 100% മുട്ടയുടെ വെള്ള കിട്ടിയിട്ടുള്ളതാണ്. ഒരു മാസം വരെ ഇതിന്റെ കളറ് പോവാതെ നിൽക്കും. അതുപോലെ ഇതിലേക്ക് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ളയാണ്. ഈ മുട്ടയുടെ ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മുട്ടയുടെ വെള്ള ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. ഈ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിലേക്ക് വേണം മുട്ടയുടെ വെള്ളം ചേർക്കാൻ. എല്ലാവർക്കും ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ പ്രോഡക്റ്റിലേക്ക് മുട്ടയുടെ വെള്ളം ചേർത്ത് തലയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെളിയിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ ആവശ്യമുണ്ടോ അത്രയും ക്വാണ്ടിറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളം ചേർത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഫ്രിഡ്ജിൽ എടുക്കുന്ന ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യരുത്. ഒരു അരമണിക്കൂറെങ്കിലും പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്ലൈ ചെയ്ത് 2 മണിക്കൂർ നല്ല തണുപ്പുണ്ടാവും. ആ നോർമൽ തലയിൽ അപ്ലൈ മതി. ഇതിൽ മുട്ടയുടെ വെള്ളം അരമണിക്കൂറെങ്കിലും പുറത്ത് വെച്ചതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യാൻ മതി. തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയുക. കഴുകി കളയുമ്പോൾ താളിപ്പൊടിയും ഒന്നുകിൽ വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് ചീവയ്ക്കാപ്പൊടി അല്ലെങ്കിൽ താളി വളരാൻ എല്ലാം നല്ല ഏതെങ്കിലും അതിനുള്ള മാത്രം ഉപയോഗിച്ച തല കഴുകുക. അതുപോലെ ആഴ്ചയിലൊരിക്കൽ എണ്ണ തേച്ച് കുളിക്കുക. എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം നോർമൽ വെള്ളത്തിൽ തല കഴുകുക. അതിന് ഷാമ്പു ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വെറുതെ നോർമൽ വെള്ളത്തിൽ തല കഴുകുക. ആഴ്ചയിലൊരിക്കൽ എണ്ണ തേച്ച് നമുക്ക് ചീവയ്ക്കാപ്പൊടിയോ അല്ലെങ്കിൽ താളിയോ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ ബൈ.